ഞങ്ങൾ വികസനത്തിനോടൊന്നും എതിര് പറയുന്നില്ല, വികസനം വരട്ടെ എന്ന് തന്നെ പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾ കടലും ഞങ്ങളുടെ തൊഴിലും ഞങ്ങളുടെ കടപ്പുറമാണ് ഇവർക്ക് നമ്മൾ വിട്ടുകൊടുത്തത്. ഗവൺമെന്റ് വികസനം വരട്ടെ എന്ന് പറഞ്ഞു. ഇത് ആൾക്കാരുടെ നെഞ്ച് വളർന്നുകൊണ്ട് നമ്മുടെ ഈ വീടുകളും ഭവനങ്ങളും എത്രയോ അടി താഴ്ച വരുന്നു. ഈ ഗവൺമെന്റ് തന്ന വീടുകൾ 4 അടി തികച്ചില്ലാത്ത വീടുകൾ ഫൗണ്ടേഷനാണ്. ഇത് കഴിയുമ്പോൾ സെപ്റ്റി ടാങ്കുകളുണ്ട്, കിണറുകളുണ്ട്, ഈ വീടുകളുണ്ട്. ഈ വീട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒഴിപ്പിച്ചിട്ട് ഇവർ എവിടെ വിടാൻ പോണു? ഞങ്ങൾ കടലിനെ കൂടെ തൂക്കി എവിടെ വെച്ച് തരുമോ? വിഴിഞ്ഞം ഭൂഗർഭ റെയിൽവേ വരുന്നത് മത്സ്യത്തൊഴിലാളികളെ ഉന്മൂലനം ചെയ്യാനാണെന്ന ഭയമുണ്ടെന്ന് വിഴിഞ്ഞം ഇടവക കൗൺസിൽ. തങ്ങൾ ആരും വികസനത്തിനെതിരല്ല, എന്നാൽ 3000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്തിലൂടെ ഭൂഗർഭ റെയിൽവേ പാത വരുന്നത് ജനത്തിന് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റെയിൽവേ വരുന്ന ഈ ഒസാവള ഭാഗത്ത് മെയിൻ ഏരിയയിൽ ആ വീടുകളിലുള്ള അംഗങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഒരിക്കലും ഞങ്ങളുടെ ജീവൻ പോയാൽ പോലും ഈ റെയിൽവേ ഇവിടെ വരാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. സമ്മതിക്കാത്തത് ഞങ്ങൾ സ്വസ്ഥതയായിട്ട്, ഞങ്ങൾ വലിയ കോടീശ്വരരൊന്നുമില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. പക്ഷെ സമാധാനവും സ്വസ്ഥതയോടെ ഞങ്ങൾ ഈ ഭവനത്തിൽ ഉറങ്ങി കിടക്കുകയാണ്. ഇത് ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഞങ്ങളുടെ സഹോദരങ്ങൾ മത്സ്യത്തൊഴിലാളി പണിക്ക് പോണ ഈ സ്ഥലമാണ്. മക്കൾ കഴിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. ഇത് ഞങ്ങളെ തിരുനാൾ വരുമ്പോ ദിവ്യബലി വയ്ക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഈ കടപ്പുറ. ഇതെല്ലാം ഞങ്ങൾ വിട്ടുകൊടുക്കാൻ, ഈ റെയിൽവേ വരെയാണെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ നഷ്ടപ്പെട്ടാണ്. പള്ളി പോവുകയാണ്, അതുപോലെ സ്കൂള്, ഇതെല്ലാം പോയി ഞങ്ങൾ ഈ റെയിൽവേ വരാൻ വേണ്ടി ഈ ഗവൺമെന്റ് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കാൻ വരുന്നത്? ബാലരാമപുരം മുതൽ കോട്ടപ്പുറം വലിയ കടപ്പുറം വരെയുള്ള റെയിൽവേ പാതയിൽ മുക്കോല മുതലുള്ള 1.5 കിലോമീറ്റർ മാത്രം മാറ്റി റോഡിന് സമാന്തരമായി പോകുന്ന ജനവാസമില്ലാത്ത വയലിങ്കര വഴിയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതമാകുമെന്നും തങ്ങൾ ജനിച്ച മണ്ണിൽ നിന്നും പറിച്ചുമാറ്റി നാടിനെ ഛിന്നഭിന്നമാക്കാനുള്ള തുരങ്കപാത കോട്ടപ്പുറം ജനത മരിക്കേണ്ടി വന്നാലും ഇതുവഴി റെയിൽവേ വരാൻ അനുവദിക്കില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ. റെയിൽവേ വരുന്ന പരിസരത്തുള്ള ഞങ്ങളാണ്. ഈ 19 വീടെന്ന് പറഞ്ഞില്ലേ, ആ പരിസരത്തിലുള്ള ഞങ്ങളാണ്. ഞങ്ങളുടെ ഉപജീവനം എന്ന് പറയുമ്പോൾ ഈ കടലും ഈ മണ്ണും ഈ പള്ളിയും ഈ സ്കൂളൊക്കെയാണ് ഞങ്ങളുടെ ഉപജീവനങ്ങൾ. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് സമാധാനത്തോടെ വിടാൻ പറ്റുന്നത് ഈ സ്കൂളിലാണ്. ഇന്ന് ഞങ്ങൾ അവർക്ക് കൊടുത്തതാണ്. ഞങ്ങൾ വികസനത്തിന് തടസ്സമില്ല. പക്ഷെ ഞങ്ങളുടെ കടപ്പുറം അവർക്ക് കൊടുത്തിട്ടുണ്ട്, കടലും. പക്ഷെ ഞങ്ങൾക്കുള്ള കടപ്പുറവും ഞങ്ങൾക്കുള്ള കടലും ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് സ്വന്തമാണ്. അത് ഞങ്ങൾക്ക് വേണം. നിങ്ങൾ എത്ര കോടി തന്നാലും ആ കോടിയിൽ മയങ്ങുന്ന ആൾക്കാരല്ല ഈ മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങൾക്ക് ഇത് മതി. അന്നന്ന് ഞങ്ങൾ ഇരുന്ന് ആ ഉപജീവനം കൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം. ഞങ്ങളുടെ നെഞ്ചില് ഈ കല്ല് കയറ്റി ഈ മണ്ണിട്ട് ഈ എന്ത് പറയാനാ ഈ ഉദ്യോഗസ്ഥർക്ക്, അതായത് ഈ സർക്കാരിന് എന്ത് നേട്ടമാണ്? ഈ പാവങ്ങൾ ഇങ്ങനെ ചതിച്ചിട്ട് ഇങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി എന്തുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ നാടിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. ഞങ്ങൾ നാട് കൊടുത്തില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തത് അത് മുതൽ അങ്ങോട്ട് വിട്ടുകൊടുത്തതാണ്. അപ്പൊ അത് അവർ ചെയ്തിട്ട് പോട്ടെ. ഈ റെയിൽവേ വന്നത് നേരത്തെ ഉള്ള, അതായത് ഞങ്ങളുടെ ഓർമ്മയില് ഇത് വന്നിട്ടുള്ളത്, ഈ മേപ്പുള്ളത് ഈ വയലുംകര എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ അങ്ങോട്ടാണ്. അപ്പൊ അതുവഴി ഞങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതെന്ന് പറയുമ്പോൾ ചുരുങ്ങിയ വീടുകളേ ഉള്ളൂ. അപ്പൊ ഇന്ന് സർക്കാർ പഠനം നടത്തിയതില് ഈ റെയിൽവേ ഇതുവഴി വരാണ്, ഈ ഒസാള ഭാഗത്തോട് വരെയാണെങ്കിൽ ഇവർക്ക് ചെലവ് കുറവെന്നാണ് നമ്മൾ അറിഞ്ഞത്. അവിടെ കൂടെ എടുക്കുകയാണെങ്കിൽ ചെലവ് കൂടുതൽ. അപ്പൊ അവർക്ക് ചെലവ് കുറയാൻ വേണ്ടി പാവപ്പെട്ട ഞങ്ങളുടെ നെഞ്ചിൽ കൂടെ കയറ്റിയാണ് ഈ റെയിൽവേ വരേണ്ടത്. അപ്പൊ സർക്കാരിന് ലാഭം വേണം, ജനങ്ങൾ മരിക്കണമെന്നാണ് ഇവർ തീരുമാനം. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഈ റെയിൽവേ ഇവിടെ വേണ്ടെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഈ റെയിൽവേ വേണ്ട. ഞങ്ങൾ അന്നന്ന് ജീവിച്ചോളാം. ഈ സർക്കാരിന്റെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വെറുതെ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഭൂമി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ സമാധാനത്തോടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടുമുറ്റത്താണ് ആ സ്കൂള്. കുട്ടികൾ പോകുന്ന സമയത്തിന് വരെ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. അതുപോലെയാണ് കടലില് ഞങ്ങളുടെ ഭർത്താക്കന്മാരും ഞങ്ങളുടെ സഹോദരങ്ങൾ കടലിൽ പോകും. ഏത് സമയമൊന്നുമില്ല, അർദ്ധരാത്രി ആയിരുന്നാലും അവര് കടലിൽ പോയിട്ടൊന്ന് ഓടി വന്ന് ഞങ്ങളുടെ വീട്ടിലൊന്ന് മക്കളും അമ്മയും അച്ഛൻ്റെ കൂടെ വന്ന് അവര് ചേരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റി ഞങ്ങൾ എവിടെ കൊണ്ടുപോകാനാണ്? ഞങ്ങൾക്ക് എന്ത് തൊഴിലാണ് ഉള്ളത്? അതുകൊണ്ട് ഞങ്ങൾ എന്ത് വന്നാലും ഈ റെയിൽവേ ഇവിടെ വരാൻ ഞങ്ങൾ വിടത്തില്ല. അതിനുവേണ്ടി ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇതിന് ഒരു രക്തസാക്ഷി ആയാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഈ റെയിൽവേ വേണ്ട. സർക്കാർ തങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി തങ്ങളെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കണമെന്നും പ്രഥമ DPR പ്രകാരം റെയിൽവേ അലൈൻമെന്റ് അംഗീകരിച്ച വയലിങ്കര വഴിയുള്ള റെയിൽവേ മതിയെന്നും നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. ഒട്ടും ഞങ്ങൾ സമ്മതിക്കൂല. ഇന്ന് 100,000 എണ്ണം കുഞ്ഞുങ്ങളടക്കം മരിക്കേണ്ടി വന്നാല് ഞങ്ങളുടെ തലമുറ ഇവിടെ ജീവിക്കുന്നതല്ലാതെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ബുദ്ധിമുട്ട് ഈ റെയിൽവേ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് പണിക്ക് പോകാനെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്കുള്ളത് ഇത്ര കടപ്പുറമാണ്, 300 മീറ്റർ കടപ്പുറമേ ഉള്ളൂ.
ഈ കടപ്പുറത്ത് നിന്ന് ഇനി റെയിൽവേ ഇവിടെ മുറിച്ച് ഇവിടെ നിന്ന് പാലം കെട്ടി വരെ പോകുമെന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ റെയിൽവേ നേരെ ഇവിടെ പോയി കയറില്ല, കറങ്ങി തന്നെ പോകും. അവിടെ നിന്ന് ഇവർ ഫുള്ള് ഈ കടപ്പുറം ഫുള്ള് കിടക്കും. ഞങ്ങൾ യാതൊരു കാരണവശാലും ഇനി ഇതിന് ഒരു ഇഞ്ച് സ്ഥലം ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ നേരിടും. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.